രാജാവില്ലാത്ത ഈ സീസണിലേക്ക് ബിഗ് ബോസ് സീസൺ 1 രാജാവ് എത്തുകയാണ്. അപ്പോൾ പുത്തൂരാൻസ് മൈൻഡ്സിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് ബിഗ് ബോസ് സീസൺ 6 വരുന്ന എപ്പിസോഡുകളെ പറ്റിയുള്ള പുത്തൂരാൻ്റെ മൈൻഡ് എന്ന് നമുക്ക് നോക്കാം. ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചലഞ്ചർ ആയി നമ്മുടെ ബിഗ് ബോസ് സീസൺ 1 വിന്നറായ സാബുമോൻ എത്തി. പിന്നെ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് ഹോട്ടൽ ടാസ്കിൻ്റെ ആദ്യത്തെ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. പതിവുപോലെ സാബുമോൻ രാജാവായി തന്നെ കയറി വന്നു. രാജാവിനെ ഹോട്ടലിലെ ജീവനക്കാർ വളരെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിച്ചു. വന്ന ദിവസം പുള്ളിക്കാരൻ ടണൽ ടീമിനെ റൂമിൽ നിന്ന് പുറത്താക്കി ടണൽ ടീമിൽ താമസം ആരംഭിച്ചു. അതുപോലെ തന്നെ പുള്ളിയുടെ മാസ്റ്റർ പീസായ ഒരു പ്രാങ്ക് ആദ്യത്തെ ദിവസം തന്നെ നോറയ്ക്ക് ഇട്ട് വെച്ചു. പക്ഷേ നോറയ്ക്കേറ്റില്ല. അത് മറ്റൊരു നമ്മുടെ മുടിയനായ ഋഷി ഏറ്റെടുത്തു, സ്വന്തം തലയിൽ വെച്ചു. സാബുമോൻ്റെ പരിപാടികളൊന്നും ആദ്യത്തെ ദിവസം കൃത്യമായി കൊണ്ടില്ല. രണ്ടാമത്തെ ദിവസവും പുതിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ശ്വേത മേനോൻ എത്തുകയാണ്. ശ്വേത മേനോൻ വന്ന പടെ ശക്തമായ നടപടികളുമായി പവർ റൂമിൽ കയറാൻ പോകുന്നു. മത്സരാർത്ഥികൾ പറയുന്നു, പവർ റൂമിൽ ആരെയും കയറ്റില്ല, അത് ഞങ്ങളുടെ ഏരിയയാണ്. പക്ഷേ അതിലും വലിയ പവറുമായിട്ടാണ് ശ്വേതാമേനോൻ എത്തിയത്. പവർ റൂമിൽ കയറി. നിലവിൽ 2 ഗസ്റ്റുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഷോ കൊഴുപ്പിക്കുവാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇവരുടെ പരിപാടികളൊന്നും മത്സരാർത്ഥികളെടുത്ത് നടക്കുന്നു. എന്നുവെച്ചാൽ ചക്കിന് വെക്കുന്നത് കൊക്കിന് കൊള്ളുന്ന പരിപാടിയാണ്. കാര്യം എന്നാൽ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് ഗെയിം ഏതാണ്, കളി ഏതാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ടെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന റൂട്ടിലൂടെ അല്ല അവർ ഗെയിം കൊണ്ടുപോകുന്നത്. അത് ഒരു കണക്കിന് നല്ല രസമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ കയ്യിൽ നിൽക്കാത്ത തരത്തിലേക്ക് ഗെയിമുകൾ പോകുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറിയേക്കുന്നുണ്ട്. അപ്പോൾ അത് ഗെയിമിൻ്റെ ആ ഒരു സ്പീഡിൽ നിന്ന് മാറി വേറൊരു തരത്തിലേക്ക് കളി മാറുന്നുണ്ട്. അത് ബിഗ് ബോസിൻ്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായാണ് ഈ കളി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് പോലും അറിയുന്നില്ല ഇതെങ്ങോട്ട് പോകുന്നു. സാധാരണ എല്ലാ സീസണിലും ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കളി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സീസണിൽ അത് വളരെ വ്യത്യസ്തമായി മത്സരാർത്ഥികൾ തന്നെ തീരുമാനിക്കുന്ന ഒരു സീസണായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ബിഗ് ബോസ് ഇങ്ങനെ എല്ലാ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ ആൾക്കാരെ അതിനകത്തേക്ക് കൊണ്ടുവന്നത് തന്നെ ഇതിൻ്റെ പേരിലാണ്, നല്ല രീതിയിൽ മത്സരം മുന്നോട്ട് പോകാൻ. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വേണം ഇന്നലത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ശ്വേതാമേനോൻ വരുമ്പം മാറ്റം ഉണ്ടാകുമെന്ന് കരുതാം. സാബുമോനും നിലവാരത്തിനൊത്തുയരും എന്ന് കരുതാം. അപ്പോൾ ഈ ആഴ്ച പക്ഷേ ഒരു കുലുഷിതമായ അന്തരീക്ഷം നമുക്ക് ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളെല്ലാം വീണ്ടും കാണുന്നു. ബിഗ് ബോസ് ഇന്ന് രാത്രി കൃത്യം 9 മണിക്ക്. ഓക്കെ, ബൈ ബൈ പുത്തൂരാൻസ്.